എത്രയൊക്കെ ആയാലും നീ ഒരുത്തന്റെ ഭാര്യ, അവന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നോളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് വരും. അന്ന് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ നിന്റെ ഈ സ്വഭാവം ഇന്നേ മാറ്റണം മോളെ. എന്റെ സ്വഭാവം മാറ്റാൻ മമ്മി ഇത്ര കഷ്ടപ്പെട്ട് ശ്രമിക്കണ്ട. ശിവനെ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാ അന്ന് അവസാനിപ്പിക്കും ഞാൻ ഈ ജീവിതം. മനസ്സിലായോ മമ്മിക്ക്? ഹലോ ഹലോ, കല്യാണി മോളാണോ? അല്ല, ഗ്രീഷ്മ മോളാ. അവിടെ കല്യാണിയോ ശാരദയുണ്ടോ എന്ന് കൊടുക്കൂ. ആരാ മോളെ? മാഷ. മാഷ ഞാനാ. ആ, ഞങ്ങളിവിടെ എത്തിയ വിവരം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. ഹോട്ടൽ റിസപ്ഷനിൽ നിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ശ്യാം ഇവിടെ റൂമൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങോട്ട് കയറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു മാഷ യാത്രയൊക്കെ? കുഴപ്പമില്ലായിരുന്നു. തുടർച്ചയായിട്ട് കുറേ സമയം യാത്ര ചെയ്തുകൊണ്ട് ഒരു ക്ഷീണം. പിന്നെ ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. മാഷ് ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അല്ല, മോളെവിടെ? ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാം. അമ്മ. എന്താമ്മേ ഇത്ര നേരം വിളിക്കാതായപ്പോ പേടിച്ചോ? കുറേ നേരമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ വിളിക്കും വിചാരിച്ച്. വിചാരിച്ചതിലും കുറേ ലേറ്റായിട്ടാ ട്രെയിൻ എത്തിയത്. സ്റ്റേഷനിൽ നിന്ന് വിളിക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ ഭയങ്കര തിരക്കും ബഹളം. അതുകൊണ്ട് നേരെ ഇങ്ങി പോന്നു. അല്ല, ചേച്ചിമാരെവിടെ? ദാ ഇവിടെ ഗ്രീഷ്മ മോളുണ്ട്, ഞാൻ കൊടുക്കാം. മോളെ ദേവുവാ. ഹലോ, എന്താ ദേവു, യാത്രയൊക്കെ സുഖായിരുന്നോ? ആ, കുഴപ്പമില്ലായിരുന്നു. ഇരുന്നിരുന്ന് മുഷിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളെല്ലാം മിസ് ചെയ്തതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. എന്നാലും സാരല്ല, കുറച്ചു ദിവസത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, കല്യാണി ചേച്ചി എവിടെ ഇല്ലേ? കിടക്കുകയാണെന്ന് തോന്നണു. ഇല്ലില്ല, ദേ വരുന്നുണ്ട്, കൊടുക്കാം. ആരാ? ദേവുവാ. ദേവു, എന്താ ചേച്ചി ഈ സമയത്തൊരു കിടപ്പ്? ചെറിയൊരു ക്ഷീണം തോന്നി, അങ്ങനെ കിടന്നതാ. എന്തുപറ്റി? അസുഖം എന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല മോളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോണം കേട്ടോ. മിണ്ടാതെ അതിനകത്ത് അടച്ചുപൂട്ടി ഇരിക്കരുത്. എന്താ മോളെ? ചേച്ചിയാ. മോളെ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല അച്ഛാ. ക്ഷീണം തോന്നി കുറച്ചു നേരം കിടന്നു എന്ന് പറഞ്ഞേനെ അവള്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് അസുഖമൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഏയ് ഇല്ലച്ചാ, എനിക്കൊരു വിഷമം തോന്നുന്നില്ല. എന്നാ ഇനി നാളെ വിളിക്കാം. ശരി.
അച്ഛാ, നമ്മളൊരു കാര്യം മറന്നു. എന്താ മോളെ? ട്രെയിനിൽ വെച്ച് പറഞ്ഞില്ലേ അച്ഛനൊരു സ്വെറ്റർ വാങ്ങുന്ന കാര്യം. ആ, സ്വെറ്റർ ഇല്ലാതെ പുറത്തെ ഈ തണുപ്പിലിറങ്ങി നടന്നാ ശരിയാവില്ല അത്. അമ്മ സെറ്റർ എടുത്ത് വെച്ചതാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാ. ഇവിടെ ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇവിടെ അടുത്ത് കടകളോ മറ്റോ ഉണ്ടോന്ന് ഇവരോടൊന്ന് ചോദിക്കട്ടെ. ഹിന്ദി തന്നെ തട്ടിക്കോ. മോളുടെ ഹിന്ദി ഡെവലപ്പ് ചെയ്യാൻ ഇതൊരു അവസരവും കൂടിയല്ലേ. एक्सक्यूज मी, या क्या यहाँ का स्वेटर मिलेगा? हाँ, यहाँ से लगभग 5 किलोमीटर जाना पड़ेगा उसके लिए. वहाँ एक सुपरमार्केट है. अच्छा, तो बस मिलेगा यहाँ से? हाँ जी जरूर, लेकिन आप चाहो तो मैं टैक्सी भिजवा देगा. ഓക്കെ, താങ്ക് യു. वेलकम. അച്ഛാ, അവര് പറയുന്നത് മനസ്സിലായടോ. അത്യാവശ്യം ഹിന്ദിയൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം എനിക്കും ഉണ്ട്. അരേ മേത്തോ തേരെ ബാപ്പുനാ. വാ, മുറി പോയി കുളിച്ച് റെഡിയായിട്ട് പുറത്തേക്ക് പോവാം. മമ്മി എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ശിവൻ എവിടെ പോയിരുന്നു? ഒരു സുഹൃത്തിനെ കാണാൻ പോയതാ. ശിവ, ഉം. അമ്മയും ശോഭയും വന്നിരുന്നു എപ്പോ? രാവിലെ. എന്നിട്ട് അവരെവിടെ? അവര് പോയി. എന്തിനാ മമ്മി അവര് വന്നത്? ശിവനെ ഒന്ന് കാണാൻ വന്നാന്നാ പറഞ്ഞേ. എന്നിട്ടെന്താ എന്നെ കാണാതെ പോയത്? അത് ആലീസ് അവിടെ? അവള് മുകളിലുണ്ട്. അവര് വന്നപ്പോ അവളിവിടെ ഉണ്ടായിരുന്നോ? ഉം. ശിവ, ഒരുപാട് കൊഞ്ചിച്ചു ലാളിച്ചുവാ ഞാനും അച്ചായനും അവളെ വളർത്തിയത്. അതിന്റെ പ്രശ്നങ്ങളാ അവക്കിപ്പോ ഉള്ളത്. അത് മനസ്സിലാക്കി നീ അവളോട് പെരുമാറണം. അവക്ക് ജീവിതം എന്താന്ന് മനസ്സിലാവുന്നതുവരെ നീ ക്ഷമിക്കണം. ആലീസും അമ്മയും തമ്മിൽ കണ്ടിരുന്നോ? ഉം. അമ്മയും ശോഭയും വന്നിരുന്നല്ലേ? എന്നിട്ടെന്താ അവരെന്നെ കാണാതെ മടങ്ങിയത്? എനിക്കെങ്ങനെ അറിയാം? നീ ചോദിച്ചില്ലേ? വന്നപ്പോ നിന്നെ കണ്ടില്ല. എങ്കിൽ പിന്നെ കാണാന്ന് വിചാരിച്ചു കാണും. നിനക്ക് പറയായിരുന്നില്ലേ ഞാൻ ഉടനെ വരുമെന്ന്? എനിക്കറിയാം. അവരിവിടെ വരെ വന്നിട്ട് എന്നെ കാണാതെ തിരികെ പോണമെങ്കിൽ അതിന് കാരണക്കാരി നീ ആയിരിക്കും. ആണെങ്കി നീ എന്നെ എന്ത് ചെയ്യും? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എനിക്കറിയാം. അവരിവിടെ വരെ വന്നിട്ട് എന്നെ കാണാതെ തിരികെ പോണമെങ്കിൽ അതിന് കാരണക്കാരി നീ ആയിരിക്കും. ആണെങ്കി നീ എന്നെ എന്ത് ചെയ്യും? അവർക്കിപ്പൊ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ആ, എനിക്കും തീരുമാനിക്കാം. എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനല്ലേ? അപ്പൊ അതാണ് കാര്യം. അവര് നിന്റെ ഈ കൊട്ടാരത്തിൽ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അവർക്ക് ബോധ്യായി അവരിറങ്ങിപ്പോയി. അതല്ലേ ഉണ്ടായത്? പറയടി. വേണ്ട, നീ പറയണ്ട. പക്ഷേ എന്റെ അമ്മയുടെയും പെങ്ങളുടെയും മനസ്സ് നീ നോച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനത് അറിയിക്കും. ഓർത്തോ? ശോഭേ, ശോഭേ, അമ്മയോടെ? അമ്മ കരയണ്ട. നിങ്ങൾ അങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങും പോകാതെ ഞാനവിടെ ഉണ്ടായിരുന്നേനെ. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയ
തീർക്കും ഞാനെല്ലാം. എനിക്കറിയണം ഇന്ന് അവിടെ നടന്നത് എന്താന്ന്. അത് പിന്നെ ഒന്നും നടന്നില്ല. അങ്ങനെ കരുതിയാ മതി. അമ്മയ്ക്ക് നിന്നെ ഓർത്താ വിഷമം. നീ സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന ആശ്വാസമായിരുന്നു അമ്മയ്ക്ക് ഇതുവരെ. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തെ തെറ്റ് ശിവേട്ട. ഞങ്ങൾ അവിടെ പോകാൻ പാടില്ലായിരുന്നു. ചെന്നത് അവർക്ക് ഇഷ്ടമായില്ല, അതവര് പറഞ്ഞു. അവരിനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? ഒന്നുകൊണ്ടും ആ വീട്ടിൽ കയറി ചെല്ലാനുള്ള യോഗ്യത എനിക്കോ ഇവക്കോ ഇല്ല. അതൊന്നും അറിയാഞ്ഞിട്ടല്ല, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. എന്നിട്ടെന്താ എന്നെ കാണാതെ പോയത്? അവൾ അതിനെ അനുവദിച്ചില്ലല്ലേ? അവരുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ നോക്കേണ്ടത്, അല്ലാതെ. അവളുടെ ഭർത്താവായി ഞാൻ അവിടെ ഉള്ളിടത്തോളം എന്നെ കാണാൻ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്നെന്നിരിക്കും. അത് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല. അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീർക്കും ഞാൻ. സ്വത്തിന്റെയും സമ്പത്തിന്റെയും പേരിലുള്ള നെകളിപ്പ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. നീ ഒന്നും തീർക്കാൻ നിൽക്കണ്ട. സ്വത്ത് സമ്പത്തും അവർക്കുണ്ടെങ്കിൽ അതവരുടെ കഴിവുകൊണ്ട് നേടിയതാ. അങ്ങനൊരു വീട്ടിലെ പെൺകുട്ടിയെ നിനക്ക് ഭാര്യയായി കിട്ടിയില്ലേ? അത് തന്നെ വലിയൊരു ഭാഗ്യല്ലേ? എന്തു ഭാഗ്യം എനിക്ക് കിട്ടിയത്? അവളുടെ പണവും പ്രതാപവും കണ്ട ഞാൻ അവളെ കെട്ടിയെന്ന് കരുതിയോ? അങ്ങനെ പറഞ്ഞു അവള്? പറയൂ ശോഭേ, എനിക്കറിയണം എന്തൊക്കെയാ അവള് പറഞ്ഞത്. എന്ത് കാരണത്താലാ എന്നെ കാണാൻ വന്നിട്ട് അതിന് നിൽക്കാതെ നിങ്ങൾ ഇറങ്ങി പോകുന്നത്? നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ശിവ. അവരവർക്ക് പറയാനുള്ളത് പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങി പോന്നു, അത്രേ ഉള്ളൂ. ഇറങ്ങി പോന്നോന്ന് തന്നെ ശിവേട്ട, ഇറക്കി വിട്ടതാ. മോളെ, അമ്മയൊന്നും മിണ്ടാതിരി. ഏട്ടനും അറിയട്ടെ. ആദ്യം ഏട്ടന്റെ ഭാര്യ തന്നെ തുടങ്ങിയത്, പിന്നെ അതിന്റെ ആങ്ങളെയും വന്നു. രണ്ടുപേരും കൂടി അപമാനിച്ചിറക്കി വിട്ടതാ ഞങ്ങളെ. നമ്മളെന്തോ അവകാശം സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്നുള്ള തെറ്റിദ്ധാരണ അവർക്ക്. ഇനി ഞങ്ങൾ അവിടെ വരില്ലേ ശിവേട്ട? കണ്ടില്ലേ, അമ്മ അപ്പൊ തുടങ്ങിയ കരച്ചില. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. മോനെ, നീ എന്തിനാ ഇതൊക്കെ അവനോട് പറയാൻ പോയത്? പറയാതെ പിന്നെ ഏട്ടനും അറിയട്ടെ ഇതൊക്കെ. ആലീസേ, ഡി ആലീസേ, ആലീസേ. എന്താ ശിവ? അവളെവിടെ? ഞാനിവിടെ ഉണ്ട്. എന്ത് വേണം? എന്റെ അമ്മയും പെങ്ങളെയും ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ? ഇത് എന്റെ വീടാ. ഇവിടെ ആരെയല്ല സ്വീകരിച്ചിരുത്തണം, ആരെയല്ല ഇറക്കി വിടണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ. കൂടുതൽ ഭരിക്കാൻ വന്നാ നിനക്കും ഇതായിരിക്കും ഗതി. ശിവ, മോളെ, അലീസേ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഇത് എന്റെ വീടാ. ഇവിടെ ആരെയല്ല സ്വീകരിച്ചിരുത്തണം, ആരെയല്ല ഇറക്കി വിടണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ. കൂടുതൽ ഭരിക്കാൻ വന്നാ നിനക്കും ഇതായിരിക്കും ഗതി. ശിവ, മോളെ, അലീസേ. മോളെ, മോളെ. ആലീസേ, ആലീസേ, മമ്മി കുറച്ച് വെള്ളം കൊണ്ടുവാ. ആലീസേ, ആലീസേ. മോളെ, മോളെ. ആലീസേ. ഇതിന് നീ അനുഭവിക്കൂ ശിവ. ആലിച്ചാ പറയുന്നേ. എന്താ ശിവ നീ കാണിച്ചത്?
നീ ഇതെന്തിനുള്ള പുറപ്പാടാ? പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളാ ഇങ്ങനെ തല്ലിയും തൊഴിച്ചും വഷളാക്കണോ? നിനക്കറിയില്ലേ അവളുടെ സ്വഭാവം? ആ സ്വഭാവം ഒന്ന് മാറണം. അതിനുവേണ്ടിയാ ചെയ്തേ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ? വീട്ടിൽ ചെന്നപ്പോ കണ്ടത് കരയുന്ന എന്റെ അമ്മയാ. ഇവൾ ഒറ്റ കാരണ. എന്നെ പ്രതി അവരൊരുപാട് കരഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അവർക്കൊരു മോചനം കൊടുത്തു വരിക ഞാൻ. അതിനിടയിൽ എവളിങ്ങനെ തുടങ്ങിയാൽ അത് സഹിക്കില്ല ഞാൻ. എന്നെ എന്തു വേണമെങ്കിലും ആയിക്കോ, പക്ഷെ എന്റെ അമ്മയും പെങ്ങളും അത് വേണ്ട. ഇനിയിപ്പോ വലിയ ഇതറിയുമ്പോ എന്തൊക്കെയാണോ ഉണ്ടാവാൻ പോണേ? മമ്മി, ആലിസ് എവിടെ? എന്താ? ഇതിൽ അവളുടെ ഒരു ഒപ്പ് വേണം. രാവിലെ ചെയ്യാന്ന് വെച്ചാ 10 മണിയായാലും അവൾ എഴുന്നേക്കുമ്പോ അതിനു മുമ്പേ എനിക്കിത് കൊണ്ടുപോകണം. ഇതെന്തിന്റെയാ? ഇത് നമ്മുടെ പുത്തനമ്പലത്തെ റബ്ബർ ഫാക്ടറി ഇല്ലേ, ആ. അതിന് ചില ബാങ്ക് ഡീൽസാ. ഡാഡി ഇത് ആലിസിന്റെ പേരിലല്ല വാങ്ങിയത്. അവളെ കൊണ്ട് ഇതിനൊന്ന് സൈൻ ചെയ്യിച്ച് നാളെ തന്നെ ഇത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അവള് മുറിയിലുണ്ടോ? ഉണ്ട്. ഉറങ്ങിയോ? ഇല്ല. നീ ഇതെന്തൊരിപ്പാ എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിട്ട്? അവനാണ് പ്രശ്നം. പോവാൻ പറ. ദേ, നമ്മുടെ കമ്പനിയൊക്കെ ഇപ്പോ ഡാഡി ഉണ്ടായിരുന്നപ്പോഴത്തെ പോലെ ആയി വരിക. ഇനിയിപ്പോ ഇതിനകത്ത് ഇങ്ങനെ അടച്ചിരിക്കാതെ നീയും കൂടെ വരണം എൻ്റെ കൂടെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇപ്പൊ തൽക്കാലം നീ ഇതിനകത്ത് ഒപ്പിട്ടെ. നിന്റെ പേരിലുള്ള റബ്ബർ ഫാക്ടറിയുടെ ഒരു ആവശ്യത്തിന്. എന്താ ഉണ്ടായേ? നിന്നോടാ ചോദിച്ച എന്താ ഉണ്ടായേ? പറ ആലീസേ, എന്തിനാ നീ കരയുന്നേ? അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എടി പറയാൻ. എന്താ ഇത്? ആരാ ചെയ്തേ? ശിവനാണോ? വന്ന് നീ എന്റെ പെങ്ങളെ തല്ലാനും തുടങ്ങിയല്ലടാ? വില്യം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ടാ. ഡാഡി പോലും അവളെ നുള്ളി നോച്ചിട്ടില്ല. അറിയടാ വില്യം, വില്യം, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഒന്നും പറയണ്ടാ. വില്യം, വില്യം, ഞാൻ പറയുന്നത്. അയ്യോ മക്കളെ, എന്താ ഇത്? എന്റെ പെങ്ങളുടെ ജീവൻ നീ നശിപ്പിച്ചു. എന്നിട്ട് നിനക്ക് മതിയായില്ലല്ലേ? ഇനിയും നീ എന്റെ പെങ്ങളെ തല്ലിയ നിന്റെ കൈ രണ്ടും വിട്ടു ഞാൻ. മതിയടാ, നിർത്ത്. രണ്ടും കൂടി എന്തിനുള്ള പുറപ്പാടാ? ഈ വീട്ടില് ഇനി എന്തോ ആവാന്നായോ? തിരിച്ചതല്ല, അറിയാഞ്ഞിട്ടല്ല. പുറത്തറിഞ്ഞ അത് ഞാനും നീ തമ്മിലുള്ള വൈരാഗ്യമായിട്ടല്ല. അലക്സാണ്ടർ പേട്ടയുടെ മരണത്തോടെ ഈ വീടിന്റെ അധപതനം തുടങ്ങിയെന്ന് ആൾക്കാർ പറയും. അത് കേൾപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാ. അവൻ പറഞ്ഞു കേട്ടില്ലേടാ? അത്രയെങ്കിലും ബോധം നിനക്കുണ്ടായോ ഈ കുടുംബത്തെ കുറിച്ച്?